ഹായ്, എസ് പി ഉള്ളിലാണ്. ഒരു ചെറിയ യാത്ര വന്നു. എന്നിരുന്നാലും നമ്മുടെ ജോലിയുടെ കാര്യത്തെക്കുറിച്ച് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ലല്ലോ. കോട്ടൂരാണുള്ളത്. എന്നിരുന്നാലും ചില കാര്യങ്ങൾ ഇന്നലെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒരു വാർത്തയെക്കുറിച്ച് പറയാതിരിക്കാൻ കഴിയില്ല. അതായത് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ഒരു ഓഡിയോ പുറത്തു വന്നു. അദ്ദേഹം ഈ നവകേരള സർവേയുടെ ഭാഗമായിട്ട് ശില്പശാലയിൽ അതിൻ്റെ വോളണ്ടിയർമാർക്ക് ആ കൊടുത്ത നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർഭരണം വേണമെന്നുള്ള ആവശ്യം ആ ഒരു ശില്പശാലയിൽ പറഞ്ഞു. അതിൻ്റെ ശബ്ദരേഖ എന്ന രീതിയിൽ ഒരു വലിയ സംഭവ വികാസമായിട്ട് അതിനെ അവതരിപ്പിക്കുകയാണ്. എനിക്ക് അറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കുകയാണ്, ഒരു സർക്കാർ, അതായത് ഇടതുപക്ഷ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുന്നവർ ഞങ്ങൾക്ക് തുടർഭരണം വേണ്ട എന്ന് പറയണം. തുടർഭരണം വേണമെന്ന് തന്നെ പറയാം. അതിലെന്താണ് ഇപ്പോൾ പ്രശ്നം? അതിൽ ഓഡിയോ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. നിങ്ങളെ റിപ്പോർട്ട് പോകാതിരുന്നൊരു ശില്പശാല, ആ ശില്പശാലയെ സംബന്ധിക്കുന്നിടത്തോളം കാര്യം മുഖ്യമന്ത്രിയുടെ ഇപ്പോൾ നടക്കുന്ന പല പരിപാടികളും ബഹിഷ്കരിക്കുന്നവർ, അല്ലെങ്കിൽ അതിനൊന്നും പി ആർ പണി എന്നുള്ള നിലയ്ക്ക്, അല്ലെങ്കിൽ പി ആർ കാശടയ്ക്കാത്തതിൻ്റെ പേരിൽ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം പോലും റിപ്പോർട്ട് ചെയ്യാത്ത മാധ്യമങ്ങളാണ്. അവർ പറയുകയാണ് ഈ ശില്പശാലയിൽ മുഖ്യമന്ത്രി തുടർഭരണം വേണമെന്ന ആവശ്യം നിർദ്ദേശിച്ചു എന്ന്. അതിനെന്താണ് പ്രശ്നം? തുടർഭരണം വേണമെന്നല്ല, ഞങ്ങൾ തോക്കട്ടെ എന്നാണോ പറയേണ്ടത്? ഒരു നവകേരള ഒരു സർവേ നടത്തുകയാണ്. എന്താണ് ഒരു സർക്കാർ ഇനി ചെയ്യേണ്ടത്, ചെയ്തത് ഓക്കെ ആണോ എന്ന് സർക്കാരിൻ്റെ കാലാവധി പൂർത്തീകരിക്കുമ്പോൾ ഒരു സർവേ നടത്തി 2031 ഒരു വിഷനും കൂടി എന്ത് ചെയ്യണം, അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. അതിലെന്താണ് കാര്യം? ഒരു സർക്കാർ അടുത്ത തവണ ജനങ്ങളുടെ മുന്നിലേക്ക് പറയേണ്ട ഒരു ഓഫർ, അല്ലെങ്കിൽ അവരെ മുന്നിലോട്ട് വയ്ക്കേണ്ട പ്രകടന പത്രികയെ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ കാലാവധി കഴിയുമ്പോൾ സർക്കാരിൻ്റെ പണം എടുത്ത് ചിലവാക്കുന്നത് എന്താണെന്ന് ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൂടി തന്നെയാണ്. ജനങ്ങൾക്ക് വേണ്ടിയാണല്ലോ 2031 കേരളം എന്താകണമെന്ന് തീരുമാനിക്കേണ്ടത്. അതിനെ സംബന്ധിച്ച് ജനങ്ങളോടൊരു സർവേ നടത്തി അഭിപ്രായ സ്വരൂപണം നടത്തുക എന്ന് പറഞ്ഞാൽ ജനങ്ങളെയും കൂടി ഭാഗഭാക്കാക്കുന്ന ഒരു സംവിധാനമാണ് ഇതെന്ന് കൃത്യമായി ബോധ്യപ്പെടുകയാണ്. അങ്ങനെയുള്ള ഒരു സംവിധാനത്തെ പോലും വിവാദമാക്കുന്നത്, അതായത് ഒരു ഓഡിയോ ആയിട്ട് കേൾപ്പിക്കുമ്പോൾ എന്തോ ആരോടോ ചെവി പറഞ്ഞ കാര്യത്തെ ഓഡിയോ ആയിട്ട് കിട്ടിയതല്ലല്ലോ. ഒരു ശില്പശാലയായിട്ട് ഇത്രത്തോളം വോളണ്ടിയർമാർ, അതിൻ്റെ എത്ര വോളണ്ടിയർമാർ അതിലുണ്ട് എന്ന് എനിക്കറിയില്ല, PRD ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരോട് സർക്കാരിൻ്റെ ലക്ഷ്യം മൂന്നാമതും ഇവിടെ എന്താണ്, തുടർഭരണം വേണമെന്നുള്ള ആവശ്യമാണ്. അക്കാര്യത്തെ സംബന്ധിച്ച് അവർക്കൊരു ഇൻഫർമേഷൻ കൊടുക്കുന്നു. നിങ്ങൾ ജനങ്ങളിൽ നിന്ന് 4 ക്വസ്റ്റ്യനെയർ കൊടുക്കുന്നു. ഇതിനെ സംബന്ധിച്ചുള്ള അഭിപ്രായം സ്വരൂപിക്കണം. നൽകിയ വികസനങ്ങളെല്ലാം അവർക്ക് സ്വീകാര്യമായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, ഇത് ജനങ്ങളോടല്ലാതെ ഈ മാധ്യമ സ്ഥാപനങ്ങളിലിരിക്കുന്ന മുതലാളിമാരുടെ അടുത്തൊന്ന് ചോദിക്കണമായിരുന്നു. അവന്മാരെ പറച്ചിൽ കേട്ടാൽ ഞങ്ങളടുത്താണ് ഇത് ചോദിക്കേണ്ടിയിരുന്നത് എന്ന് തോന്നുമല്ലോ. തൽക്കാലം ഇത്തരം മോങ്ങലുകൾക്കൊന്നും ചെവി കൊടുക്കാതിരിക്കുന്നതാണ് അന്തസ്സ്. അതായത് ചെയ്യുന്ന പ്രവർത്തനങ്ങൾ, ആ ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനങ്ങൾക്ക് ഗുണകരമായിരുന്നു. അതിനെ ഇപ്പോൾ ഹൈക്കോടതി ആ ഒരു സർവേയെ, നവകേരള സർവേയെ ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കി എന്നാണ് പറയപ്പെടുന്നത്. അതിന് എന്താണോ അടുത്ത ചെയ്യേണ്ട പോംവഴി എന്നാണ് നോക്കുന്നത്. ഇപ്പോൾ എല്ലാ കാര്യങ്ങളും കോടതികൾക്കും ബോധ്യപ്പെടുന്ന സാഹചര്യം വരുമ്പോൾ അവരും അംഗീകരിക്കും. എല്ലാ കാര്യങ്ങളും ഇപ്പോൾ വ്യക്തികൾ തന്നെയാണ് ജഡ്ജിമാരുമായിട്ടിരിക്കുന്നത്. വ്യൂ പോയിന്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് അദ്ദേഹത്തിന് അത് എങ്ങനെയാണോ അത് മനസ്സിലായത് അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും തീരുമാനം. അതിനൊന്നും കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അതിനെ ആഘോഷിക്കപ്പെടുമ്പോൾ എന്തായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്നുള്ളതാണ് കൃത്യമായിട്ടുള്ളത്. തുടർഭരണം എന്നുള്ളത് ഒരു വലിയ ഉദ്ദേശം തന്നെയാണ്. അതിലെന്താണ് ഇപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ, ചെയ്യുന്ന കാര്യമല്ലേ പറയേണ്ടത്, അല്ലാതെ ഒളിപ്പിച്ചാണോ ചെയ്യേണ്ടത്? ആ കാര്യം ശില്പശാല നടത്തുന്ന സന്ദർഭത്തിൽ മാധ്യമപ്രവർത്തകർക്ക് ആർക്കെങ്കിലും അവിടെ പോയിരുന്നത് കേൾക്കാമായിരുന്നല്ലോ. ഇത്രയും ആൾക്കാരെ ശില്പശാലയിൽ അവരോട് മൂന്നാം വട്ടവും ഒരു സർക്കാരിന് അധികാരം വേണമെന്ന് പറയുമ്പോൾ അത്ര ബുദ്ധിയില്ലാത്തവരാണ്. കാര്യം ഇത് പല വ്യക്തികളാണ്, പുറത്താരടുത്തും പറയാത്ത കാര്യം രഹസ്യമായിട്ട് വെക്കണമെന്നൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. അതുകൊണ്ട് ഈ പറയുന്ന മോങ്ങലുകാരെയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കുക. സർക്കാർ നവകേരള സർവേ നടത്തുക. മൂന്നാം വട്ടം ഇവിടെ ഭരണം വേണമെന്ന് ചിന്തിക്കുക. അതിനു വേണ്ടി തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്. അതിൻ്റെ സാധ്യതകൾ ജനങ്ങളോട് ആരായുകയാണ് വേണ്ടത്, അവരെ ബോധ്യപ്പെടുത്തുകയാണ് വേണ്ടത്. ചെയ്ത കാര്യങ്ങൾ അവർക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ഒരു സർക്കാർ മനസ്സിലാക്കി ഇടപെടേണ്ടത് അത്യന്താപേക്ഷിതം തന്നെയാണ്. അതിന് മാധ്യമങ്ങളുടെ സർട്ടിഫിക്കറ്റ് തൽക്കാലം ആവശ്യമില്ല. അതിനുവേണ്ടി നിലനിൽക്കുകയും വേണ്ട. ഇവരുടെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ ഒരു കാര്യവും ഈ നാട്ടിൽ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ലിവിറ്റ്, ഇവരെയൊക്കെ അങ്ങ് ഉപേക്ഷിക്കുക എന്ന് മാത്രമാണ് ആവശ്യമായിട്ട് ബന്ധപ്പെട്ട് പറയുക. മൂന്നാം ഭരണം വേണം. അതിനുവേണ്ടി എല്ലാ തരത്തിലുള്ള ഇടപെടലും നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. മാറിയിരുന്ന് മോങ്ങുന്നവർക്ക്, അല്ലെങ്കിൽ കോൺഗ്രസ് വന്നേ തീരുമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരോടൊപ്പം കരയാമെന്നതിനപ്പുറം അതിനെ ഒന്നും ചെവി കൊടുക്കരുതെന്നൊരു അഭിപ്രായം മാത്രമാണ് മുന്നോട്ട് വയ്ക്കാനുള്ളത്.